കുറച്ച് പേരെങ്കിലും യൂട്യൂബ് ഫാമിലിയിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം വീഡിയോസ് ഒന്നും ഇപ്പം ഇടുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവരൊക്കെ എൻ്റെ വീഡിയോസ് എന്നെ കാണുന്നത് ഞാൻ അറിയുന്നത്. കുറച്ച് ദിവസമായിട്ട് ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊന്നും അത്ര കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ നെഞ്ചുവേദനയും കുറച്ച് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ബെറ്ററായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഇതിൻ്റെ പിറ്റേന്ന് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, എൻഗേജ്മെൻറ്റ് വർക്ക്. അപ്പോൾ ആ ടൈമിൽ പെട്ടെന്ന് പോയിട്ട് ഇനിയും കാണിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയതാണ് ഹോസ്പിറ്റലിൽ. ഇതെൻ്റെ ബ്രൈഡ് സൽമ, ആൾക്ക് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഒരു സബ്റ്റിലായിട്ടുള്ളൊരു മേക്കപ്പാണ് ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും. പിന്നെ അതേപോലെ ഇനി വരുന്ന ബ്രൈഡ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതാണെങ്കിൽ നല്ലോണം ഷാമ്പു വാഷ് ചെയ്യുക കേട്ടോ. ഹെയറിൽ ഓയിൽ കിടക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രിംബ് ചെയ്താണെങ്കിൽ ക്രിംബ് ചെയ്താൽ നിൽക്കത്തുമില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അങ്ങനെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കാരണം ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഉപ്പാനെയും കുട്ടിയാണ് പോയത്. അപ്പോൾ ഉപ്പാക്ക് വേഗം വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഫുഡും കഴിച്ച് വേഗം കിടന്നു തുടങ്ങി. കാരണം വർക്കിന് പോയതുകൊണ്ടും ഇഞ്ചക്ഷനും എല്ലാം കൂടി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നാളെ